Seventh problem. The front view of line AB is 50 degree inclined to XY line and is 55 mm long, while its top view is 60 degree inclined to XY line. If end A is 10 mm above HP and 20 mm in front of VP, draw its projections. Find the true length and inclinations of line with HP and VP. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഡ്രോയിങ് എളുപ്പമാകാൻ വേണ്ടി നമുക്കൊന്ന് സൈഡിലേക്ക് എടുത്തെഴുതാം. ദി ഫ്രണ്ട് വ്യൂ ഓഫ് ലൈൻ എ ബി ഈസ് 50 ഡിഗ്രി. തുടക്കം തന്നെ ഫ്രണ്ട് വ്യൂ ഓഫ് ലൈൻ എ ബി എന്നാണ്, ഫ്രണ്ട് വ്യൂ ആണ് തന്നത്. സോ ഫ്രണ്ട് വ്യൂ ഓഫ് ലൈൻ എ ബി ഈസ് 50 ഡിഗ്രി ഇൻക്ലൈൻ ടു എക്സ് വൈ ലൈൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിളാണ്. ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് ആൽഫ അല്ലേ? ആൽഫ ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. ദെൻ ആൻഡ് ഈസ് 55 mm ലോങ്. ആ ഒരു ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്തും തന്നു. സോ ഫ്രണ്ട് വ്യൂ 55 mm ലോങ്. വൈൽ ഇറ്റ്സ് ടോപ്പ് വ്യൂ ഈസ് 60 ഡിഗ്രി ഇൻക്ലൈൻ ടു എക്സ് വൈ ലൈൻ. ടോപ്പ് വ്യൂ ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ അത് ബീറ്റ അല്ലേ? ബീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രിയും തന്നു. ഇഫ് എൻഡ് എ ഈസ്, എ എന്നുള്ള എൻഡിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എ ബി എന്നുള്ള ലൈനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആ എ ബി എന്നുള്ള ലൈനിൻ്റെ എൻഡ് എ ഈസ് 10 mm എബവ് എച്ച് പി, 10 എബവ് എച്ച് പി ആൻഡ് 20 ഇൻ ഫ്രണ്ട് ഓഫ് വി പി, 20 ഇൻ ഫ്രണ്ട് ഓഫ് വി പി. എബവ് എന്ന് കണ്ടാൽ എക്സ് വൈ ലൈനിൻ്റെ മുകളിലേക്ക് വരയ്ക്കണം. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് കണ്ടാൽ എക്സ് വൈ ലൈനിൻ്റെ താഴേക്ക് വരയ്ക്കണം. എച്ച് പിയുമായി ബന്ധപ്പെട്ട അളവുകൾ ഡാഷ് ഉള്ള രൂപത്തിൽ എഴുതണം. വി പിയുമായി ബന്ധപ്പെട്ട അളവുകൾ ഡാഷ് ഇല്ലാത്ത രൂപത്തിലും എഴുതണം. ഇത് നമുക്ക് അതിൻ്റെ ട്രൂ ലെങ്ത്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ ട്രൂ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ആൻഡ് ഇൻക്ലിനേഷൻസ് ഓഫ് ലൈൻ വിത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞാൽ തീറ്റയും ഫൈയും. ആ ട്രൂ ലെങ്ത്തിൻ്റെ ഇൻക്ലിനേഷനാണ് ചോദിച്ചത്. നമുക്ക് ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കാം. അത് എക്സ് വൈ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി എ എന്നുള്ള പോയിൻ്റ് ആദ്യം നമുക്ക് വരയ്ക്കാം. 10 എബോവ് എച്ച് പി, 20 ഇൻ ഫ്രണ്ട് ഓഫ് വി പി. മുകളിലേക്ക് 10ഉം താഴേക്ക് 20യും. സോ മുകളിലേക്ക് 10, മുകളിലേക്ക് 10, താഴേക്ക് 20. മുകളിലേക്ക് 10 ഉണ്ട്, താഴേക്ക് 20 ഉണ്ട്. മുകളിലേക്കുള്ള അളവ് എച്ച് പിയുമായിട്ടുള്ള അളവായതുകൊണ്ട് ഡാഷ് എന്നുള്ള രൂപത്തിൽ. സോ എ ബി ആയതുകൊണ്ട് ഇത് എ എന്നുള്ള പോയിൻ്റാണ്. സോ എ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. താഴെ ഭാഗത്തേക്കുള്ളത് ഡാഷ് ഇല്ലാതെ എ എന്നും മാർക്ക് ചെയ്തു. ഇനി ആൽഫ 50, ആൽഫ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ? അത് ആൽഫ 50, അതിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, 55 ആണ്. അപ്പോൾ ആൽഫ 50 ആയതുകൊണ്ട് നമ്മൾ 50 ഡിഗ്രിയിൽ ഒരു ലൈന് ഇങ്ങോട്ട് വരയ്ക്കണം. അതിൻ്റെ ലെങ്ത്ത് 55 ആയിരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഇതിൻ്റെ ഈ ഒരു പോയിൻ്റിൽ ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കാം. ആംഗിൾ എല്ലാം എടുക്കാൻ അതായിരിക്കും നമുക്ക് എളുപ്പം. സോ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. താഴെ ഭാഗത്തും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ഈ എ ഡാഷ് എന്നുള്ള പോയിന്റിൽ നിന്ന് 50 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ ലെങ്ത് എത്രയായിരിക്കണം? 55 ആയിരിക്കണം. ഫ്രണ്ട് വ്യൂ 55 ആണ്, ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ 50 ആണ്. ഡിഗ്രി പോയിൻ്റ് മാർക്ക് ചെയ്തു. അതിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. ആ ലൈനിൻ്റെ ലെങ്ത്ത് 55 ആയിരിക്കണം. സോ 55 mm ലെങ്ത്തിൽ ലൈന് വരച്ചു. അതിൻ്റെ ആംഗിൾ തന്നിരിക്കുന്ന ആംഗിളാണ് ഇവിടെ 50 ഡിഗ്രി ആംഗിളാണ്. ആൽഫ ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇനി ഈ എൻ പോയിൻറ്റിലൂടെ നമുക്കൊരു ലോക്കസ് വരയ്ക്കാം. കാരണം ട്രൂ ലെങ്ത്തിൻ്റെ എൻ പോയിൻറ്റും ഇതേ ലോക്കസിലേക്ക് തന്നെയല്ലേ വരിക. മാത്രമല്ല ഈ ഒരു എലിവേഷൻ്റെ എൻ പോയിൻ്റ് നമുക്ക് എ ഡാഷ് ബി ഡാഷ് എന്ന് കൊടുക്കാം. ഈ എൻ പോയിൻറ്റിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലറിലേക്ക് തന്നെയല്ലേ ഇവിടെയുള്ള പ്ലാനും ചെന്നെത്തുക. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം.
ആ പെർപെൻഡിക്കുലറിലേക്കായിരിക്കും പ്ലാൻ എത്തുക. പ്ലാൻ എത്രയാണ് തന്നിട്ടുണ്ടോ? ടോപ്പ് വ്യൂ തന്നിട്ടില്ല, പക്ഷേ ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട്. ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ ബീറ്റ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചാൽ ആ ലൈന് ഇവിടെ ഈ ഒരു പെർപെൻഡിക്കുലറിൻ്റെ മേലെ എവിടെയാണ് ചെന്ന് മുട്ടുന്നത് നോക്കിയാൽ പോരെ. സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു ലൈന് വരക്കുന്നു. ആ ലൈന് ഈ പെർപെൻഡിക്കുലറിൻ്റെ മേലെ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് നോക്കുക. അതിന് പെർപെൻഡിക്കുലർ കുറച്ച് ഇങ്ങോട്ട് നീട്ടേണ്ടി വരും. സോ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഈ പോയിന്റിലൂടെയും നമുക്ക് ലോക്കസ് വരയ്ക്കാം. ഇനി ഇപ്പോൾ ഇവിടെ എലിവേഷനും ഇവിടെ പ്ലാനും കിട്ടിയ സ്ഥിതിക്ക് പ്ലാനിനെ നമുക്ക് എ ബി എന്ന് കൊടുക്കാം. അപ്പോൾ എലിവേഷനും പ്ലാനും കിട്ടിയ സ്ഥിതിക്ക് ട്രൂ ലെങ്ത് ഈസി ആയിട്ട് വരയ്ക്കാമല്ലോ. ട്രൂ ലെങ്ത് എങ്ങനെ വരയ്ക്കുക? എലിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ എലിവേഷൻ്റെ എൻഡിൽ നിന്നൊരു ആർക്ക് വരയ്ക്കണം. ആ ആർക്ക് അതിൻ്റെ അടിഭാഗം വരെ എത്താവൂ. പിന്നീട് പെർപെൻഡിക്കുലർ വരയ്ക്കണം ഓപ്പോസിറ്റ് സൈഡിലെ ലോക്കസ് വരെ. നമുക്ക് ആദ്യം ഇവിടെ കോമ്പസ്, ഈ ഒരു കോമ്പസിൻ്റെ നീഡിൽ എ ഡാഷിൽ വെച്ച് അതിൻ്റെ എൻ പോയിൻ്റ് ഈ ബി ഡാഷിലും വെച്ച് ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് അതിൻ്റെ അടിഭാഗം വരെ എത്താവൂ, ആ ലൈനിൻ്റെ അടിഭാഗം വരെ, ആ ഹൊറിസോണ്ടലിലേ എത്താവൂ. ആ ഹൊറിസോണ്ടൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നീട് വരയ്ക്കേണ്ടത് ഒരു പെർപെൻഡിക്കുലറാണ്. ആ പെർപെൻഡിക്കുലർ ഏത് വരെ എത്തണം? ഓപ്പോസിറ്റ് സൈഡിലുള്ള ലോക്കസ് വരെ എത്തണം. അപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻ്റ് താഴെ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്തിൻ്റെ എൻഡായിരിക്കും. സോ ഇവിടേക്ക് ഒരു ലൈന് വരയ്ക്കുക. എയിൽ നിന്ന് ട്രൂ ലെങ്ത് ആയതുകൊണ്ട് നമുക്കതിനെ AB1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത് എങ്ങനെ കിട്ടും? മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത് ഒന്നുകിൽ ഇപ്പോൾ കിട്ടിയ ഈ ട്രൂ ലെങ്ത് കോമ്പസിൽ എടുക്കുക. ഈ കോമ്പസിൽ ഈ ഒരു ട്രൂ ലെങ്ത് എടുത്തിട്ട് അതേ അളവ് മുകൾ ഭാഗത്തുള്ള ഈ എ ഡാഷിൽ കുത്തിയിട്ട് മുകൾ ഭാഗത്ത് വരയ്ക്കുക. അപ്പോൾ മുകൾ ഭാഗത്തൊരു പോയിൻ്റ് കിട്ടില്ലേ? അതായിരിക്കും അവിടുത്തെ ട്രൂ ലെങ്ത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ കാണുന്ന പ്ലാനിൽ നിന്ന് ആദ്യം ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് അതിൻ്റെ അടിഭാഗം വരെ എത്തും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. രണ്ടാണെങ്കിലും ഒരേ രൂപത്തിലാണ് വരിക. നമുക്കിവിടെ ആർക്ക് വരച്ചിട്ടുള്ള രൂപം ചെയ്യാം. മറ്റേത് നമ്മളെപ്പോഴും ചെയ്യാറില്ലല്ലേ. സോ ഇവിടെ ഇതിൻ്റെ എൻ പോയിൻ്റിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുന്നു അതിൻ്റെ അടിഭാഗം വരെ. എന്നിട്ട് ആ അടിഭാഗത്ത് എത്തിയ ഈ പോയിന്റിൽ നിന്ന് പിന്നീട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആർക്കിൻ്റെ എൻഡിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അത് ഇവിടെ ചെന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കുക. ആ ലൈനായിരിക്കും മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്. നമുക്കതിനെ B1 എന്ന് പേര് കൊടുക്കാം. ഇപ്പോൾ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ട്രൂ ലെങ്ത് കിട്ടി. ട്രൂ ലെങ്ത് എത്രയാണെന്ന് അളന്ന് നോക്കൂ. മുകളിലാണെങ്കിലും താഴെ ഭാഗത്താണെങ്കിലും ട്രൂ ലെങ്ത് സെയിം ലെങ്ത് ആയിരിക്കും. ട്രൂ ലെങ്ത് 93 വരുന്നുണ്ട്. സോ ട്രൂ ലെങ്ത് 93. നമുക്കിവിടെ ആൻസറായിട്ട് എടുത്തെഴുതാം. ട്രൂ ലെങ്ത് 93 mm. യൂണിറ്റൊക്കെ എഴുതണേ. പിന്നീട് തീറ്റ ആൻഡ് ഫൈ. തീറ്റ എന്ന് പറയുന്നത് മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. സോ ഇവിടെ ഈ ആംഗിളാണ് തീറ്റ. അതേപോലെ ഈ താഴെ ഭാഗത്തുള്ള ഈ ആംഗിളാണ് ഫൈ. അത് രണ്ടും അളന്ന് നോക്കൂ. ഇവിടെ എനിക്ക് തീറ്റ 28 എന്ന് കിട്ടി. തീറ്റ ഇസ് ഈക്വൽ ടു 28 ഡിഗ്രി ആൻഡ് ഫൈ ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഈ ട്രൂ ലെങ്ത് ഉണ്ടാക്കുന്ന ആംഗിൾ 50 ഡിഗ്രി. ഫൈ ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇത് മൂന്നല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഡയമെൻഷനിങ് ചെയ്യണ്ടേ. ഇതിൽ ആൽഫ 50 അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ബീറ്റ 60 ഡിഗ്രി. ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ ഉണ്ടാക്കുന്ന ആംഗിൾ, ദാറ്റ് ഈസ് 60 ഡിഗ്രി. ദെൻ ഫ്രണ്ട് വ്യൂ 55. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എ ഡാഷ് ബി ഡാഷ് ആണ്. അത് 55. അതവിടെ നമുക്കൊരു ആർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആർക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ അങ്ങ് എഴുതാം.
55 R 55. ദെൻ എ എന്നുള്ള പോയിൻ്റ് 10 എബോ എച്ച് പി 20 ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ അത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. മുകളിലേക്ക് 10, താഴേക്ക് 20. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ലോക്കസിനെ നമുക്ക് എം എന്ന് താഴെയും മുകൾ ഭാഗത്ത് എം ഡാഷ് എന്നും മാർക്ക് ചെയ്യാം. ഇത്രയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇനി ട്രേസ് എങ്ങാനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ഈ എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യും. അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ അതും കൂടെ ഇവിടെ കാണിക്കാം. ഈ ഒരു എലിവേഷനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എലിവേഷനെ എക്സ്റ്റെൻഡ് ചെയ്താൽ XY ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് H ഡാഷ് എന്ന് മാർക്ക് ചെയ്യുന്നു. അതിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറിലേക്ക് ABയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിവിടെ മുട്ടുന്ന സ്ഥലത്താണ് HT വരിക. അതേപോലെ ഈ ABയെ എക്സ്റ്റെൻഡ് ചെയ്താൽ അത് XY ആക്സിൽ ചെന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ V എന്ന് മാർക്ക് ചെയ്യും. V അതിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറിലേക്ക് A ഡാഷ് B ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അത് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന പോയിൻ്റ് അതായിരിക്കും VT. ഇത് ഏകദേശം എല്ലാം അടുത്തായതുകൊണ്ട് ഞാൻ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് വന്നത് നിങ്ങൾ നോക്കണം. ഒരു പക്ഷേ കറക്റ്റായിട്ട് ആംഗിളും ലെങ്ത് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഒരു പക്ഷേ എല്ലാം കൂടെ ഒരൊറ്റ പോയിൻ്റ് ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടിയത് ആ രൂപത്തിൽ നിങ്ങൾ വരയ്ക്കുക. സോ ഇവിടെ ഈ പോയിൻ്റാണ് HT, അതായത് ഈ പോയിൻ്റാണ് HT. ഈ റെഡ് പോയിൻ്റ്, ഈ പോയിൻ്റാണ് VT. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പെൻസിൽ കൊണ്ടേ വരക്കാവൂ. ഞാനിവിടെ പേന ഉപയോഗിച്ചത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ്. ഈ റെഡ് ഇങ്ക് ഞാൻ കാണിച്ചതെല്ലാം തിക്ക് ലൈനും ബ്ലാക്ക് ഇങ്ക് കാണിച്ചതെല്ലാം തിൻ ലൈനും. അപ്പോൾ നിങ്ങൾ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ തിക്കായിട്ടുള്ള ലൈൻ ആയിരിക്കണം ഈ 2 ലൈൻ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തുള്ള 2 ലൈനും. അതായത് ട്രൂ ലെങ്ത്തും എലിവേഷനും ആ 2 ലൈൻ മാത്രം തിക്ക്, താഴെ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്തും പ്ലാനും അത് രണ്ടും തിക്ക്, ബാക്കി എല്ലാ ലൈൻസും തിന്ന്. ഇനി എപ്പോഴും ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM എന്ന് എഴുതി വെക്കണം. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM എന്ന് എഴുതി വെക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തൊരു ഡ്രോയിങ് അടുത്ത വീഡിയോയിൽ ചെയ്യാം.